ഹലോ കുവൈറ്റ്, സ്റ്റോൺ സ്റ്റോറീസിന്റെ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു വ്യത്യസ്തമായ ഒരു വിഷയമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ഈഗോയും കലയും വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട്, നിങ്ങൾക്കറിയാലോ. ഈ വിഷയം നമ്മൾ ഇപ്പം എല്ലായിടത്തും, ഇപ്പൊ എല്ലാ രംഗങ്ങളിലും ഈഗോ ഉണ്ട്. പക്ഷെ പ്രത്യേകിച്ച് കലയിലാണ് ഈഗോ കൂടുതലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ എന്നും ഉണ്ടാവുന്ന എൻ്റെ അനിയൻ റോസ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്കൊരു പ്രത്യേക ഒരു അതിഥി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ അനിയത്തിക്കുട്ടി ജെസ്സി ജേസൺ. വളരെ അധികം പേരെടുത്ത ഒരു ആളാണ് കുവൈറ്റില് ജെസ്സി. നല്ലൊരു പാട്ടുകാരി, അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ എഴുതിയ ആൽബം അവര് പ്രൊഡ്യൂസ് ചെയ്തു, അതുകൂടാതെ തന്നെ അവര് പാട്ടുപാടി. അങ്ങനെ അത്രയും അധികം നല്ലൊരു കലാകാരിയാണ് ജെസ്സി. അപ്പൊ ഈ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ജെസ്സിക്ക് പറയാനുണ്ടാവും അല്ലെ. ഒരുപാട് ഈഗോസ്, കാര്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടുണ്ടാവും. അപ്പൊ അത് ഒരു തുറന്നു പറയുന്ന ഒരു വേദി കൂടിയാണ്. പിന്നെ താഴ്മ കാണുകൊണ്ടാണ് ഇത്രയും പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ അത്രമാത്രം ഒന്നുമില്ല. ഞാൻ ചെറിയൊരു കലാകാരിയാണ്. എൻ്റെ ഒരു പാഷനാണ് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിപ്പോ എല്ലാ മ്യൂസീഷ്യൻസും അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഒരു സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അവര് അതിൽ നിന്ന് ആക്ച്വലി ഒന്ന് വെളിയിലോട്ട് വരുന്നത് പാട്ട് പാടുമ്പോൾ മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് തുടങ്ങിയതാണ് ഈ ഒരു പാഷന്. പക്ഷെ എവിടെ അത് ക്ലിക്കായി എന്ന് പറയത്തില്ല. അത് നല്ല നല്ല മനസ്സുള്ള കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും അല്ല, പക്ഷെ കുറെ ആൾക്കാർ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്. ഇപ്പൊ ചേട്ടൻ്റെ കൂട്ടൊരാൾ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഹബീബി ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ഓണത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ വർഷം ചെയ്ത ഒരു ആൽബമായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒരു ആശയം പറഞ്ഞ ആ നിമിഷം തന്നെ ഒരു രാവിലെ കൊണ്ട് തന്നെ പെട്ടെന്ന് ലിറിക്സിന് വേണ്ടിയുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസിഷനും ഡയറക്ഷനും അതിനുള്ള എല്ലാ ആൾക്കാരും ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് സെറ്റാക്കിയ ചേട്ടനാണ്. അപ്പം അത്രയും അതേപോലെ തന്നെ എന്തെല്ലാം ഞാനിപ്പോൾ ഈ അടുത്തിരിക്കുന്നത് അത്ര വലിയ മഹതി ആയതുകൊണ്ടല്ല, പക്ഷെ ചേട്ടൻ അതിനെക്കാട്ടിയൊക്കെ ഒത്തിരി ഉയർന്ന ഒരു വ്യക്തിയാണ്. നിറയെ അവാർഡ്സും നിറയെ ഈ ലോകമെമ്പാടും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ റോസിനെ ആക്ച്വലി ഞാൻ റോസിന്റെ ശബ്ദം കേട്ട ആദ്യത്തെ നിമിഷം തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ജോസഫ് അന്നക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജോസഫ് അന്നക്കുട്ടി. ഞാൻ കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നു. പുള്ളിയുടെ ആ ഒരു വോയിസ് കൊണ്ട് തന്നെ പുള്ളിക്ക് കുറെ വിമർശനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ ഈഗോ കൊണ്ട് എനിക്ക് ഒരുപാട് നല്ലതും കിട്ടിയിട്ടുണ്ട്, ചീത്തയും നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ വോയിസ് തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും പറയുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടാണ്, ഭയങ്കര വെറൈറ്റി ആണ്, ഭയങ്കര രസമാണ്. അതുകൊണ്ട് ആർക്കും കലിപ്പ് തോന്നത്തില്ല, ആർക്കും ഒരു ദേഷ്യം തോന്നുന്നില്ല. ദേഷ്യം തോന്നുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അബ്രോഡ് നിൽക്കുമ്പോഴത്തേക്ക് കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് എന്തായാലും നമ്മളെ ചുറ്റിപ്പറ്റി ദേഷ്യമുള്ള ആൾക്കാർ, നോർമലായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞാൻ നോർമലി ചോദിക്കുകയാണ്, രണ്ടുപേരൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ? രണ്ടുപേർക്കും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ട്. ഈഗോ ഇല്ലാത്ത മനുഷ്യരില്ല, പക്ഷെ അതിന്റെ വ്യതിയാനമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഞാൻ പെട്ടെന്നൊരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ഫ്ലൈറ്റിൽ ഒരു പല തരത്തിലുള്ള പല രാജ്യക്കാരുടെ ഞണ്ടുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം എടുക്കുകയാണ്. ഒരു രസമുള്ള ഒരു കഥയാണ്. അപ്പോൾ ഒരു എക്സ്പോർട്ട് കമ്പനി ആഫ്രിക്കൻ ഞണ്ടുകൾ, യൂറോപ്യൻ ഞണ്ടുകൾ, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മലയാളി ഞണ്ടുകൾ നമ്മുടെ കയറ്റി വെച്ചു. അപ്പോൾ ബാക്കി എല്ലാ ബോക്സും കവേർഡാണ്. ഈ മലയാളി ഞണ്ടുകൾ എന്ന് പറയുന്നത് അവിടെ നമ്മുടെ തീരപ്രദേശത്ത് കിട്ടിയ ഞണ്ടുകൾ മാത്രം ഓപ്പണാണ്. അപ്പോൾ ഒരാൾ ചോദിച്ച്, എന്താ ചേട്ടാ ഈ ബോക്സ് മാത്രം അൺപാക്കായിട്ട് ബാക്കിയെല്ലാം പാക്ഡ് ആണല്ലോ? അത് വേറെ ഒന്നുമല്ല, ഒരു ഞണ്ട് മുകളിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ അത് മറ്റേ ഞണ്ട് താഴോട്ട് വയ്ക്കും. പിന്നെ അപ്പം എന്താണ് അതിൻ്റെ ഓപ്പണായിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ കലാകാരന്മാർക്ക് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ മുകളിലോട്ട് പോകുമ്പോൾ. ഇപ്പോൾ എനിക്കൊരു തീവ്രമായ ആഗ്രഹമുണ്ട്, ഒരു അഭിവാഞ്ചമുണ്ട്. അതിന് ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്താണെങ്കിൽ മുമ്പോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ അത് നീ ചെയ്യരുത്, അത് ശരിയല്ല, നീ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീ മുകളിലോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം താഴോട്ട് വലിച്ച് ഇടും. ആ സോണിൽ നിന്ന് മുകളിലോട്ട് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തിയിലോട്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം കേരളത്തിലെ കേസ് തന്നെ എടുക്കാം. നമ്മൾ ഞാൻ ആളുടെ പേര് തന്നെ പറയാം. ഇപ്പം സുരേഷ് ഗോപി എന്ന് പറയുന്നത് വളരെ നല്ല അഭിനയമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നല്ല വ്യക്തിത്വമാണ്. മനുഷ്യത്വം, നന്മയുടെ ഒരു കലാകാരൻ, നന്മയുള്ള മനുഷ്യനാകണം എന്നുള്ള ഉദാഹരണം തന്നെയാണ് സുരേഷ് ഗോപി. പക്ഷെ ഞാനൊരു പാർട്ടിയുടെ സാന്നിധ്യത്തിൽ പറയുന്നതല്ല, പക്ഷെ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം, പത്രക്കാരോടുള്ള ധാർഷ്ട്യം, അതുപോലെ തന്നെ കലാകാരന്മാരടുത്തുള്ള ഒരു ധാർഷ്ട്യം എനിക്കത് തോന്നാറുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം. പക്ഷെ അങ്ങനത്തുള്ള ഈഗോസ് ഒരിക്കലും വരരുതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിപ്പോ എല്ലാ രംഗങ്ങളിലും ഈഗോ
എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി ചേട്ടൻ എന്നെക്കാട്ടി കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ എൻ്റെ ഒരു ചെറിയൊരു ലൈഫിന്റെ സ്പാൻ എനിക്ക് മനസ്സിലാച്ചാൽ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനായിട്ട് ഉണ്ടാക്കിയ ഒരു വേർഡല്ല ഈഗോ. എന്താണ് ഈഗോ എന്ന് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഒരു മനുഷ്യന് ഏറ്റവും നാസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും ഭയങ്കര വിയേർഡായിട്ടിരിക്കുന്ന സമയത്ത് അപ്പം തോന്നുന്ന ഒരു വികാരമാണ് ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ ഒരാൾ മേലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കുശുമ്പ് അല്ലെ അസൂയ, അതിൻ്റെ ഒരു ഇതാണ്. പക്ഷെ എനിക്കിപ്പോൾ റിലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു ഇതുണ്ട്, ഡ്രീം സെല്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവി. അപ്പം അത് ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ? അപ്പം അതിൻ്റെ ഒരു എസെൻസ് ഇത്രയേ ഉള്ളൂ. അപ്പം അതൊരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളി ആക്ച്വലി കുറേ ആൾക്കാരെ ഡിപ്രഷൻ്റെ വക്കത്തു നിന്ന് വെളിയിലോട്ട് കൊണ്ടുവന്ന് അയാളെ സൂസൈഡ് ടെൻഡൻസിന് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ആക്ച്വലി ആളെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഒരു ടൈം വന്നപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയി. ആൻഡ് പുള്ളി എല്ലാവരും കാണുക ഏറ്റവും ഉയരത്തിൽ നിന്ന് എടുത്ത് ചാടുന്ന ഒരു രംഗമാണ്. അപ്പോൾ പുള്ളിയെ അവസാനം ആക്ച്വലി ആ മരണത്തിൻ്റെ വക്കത്തിൽ നിന്ന് വെളിയിലോട്ട് കൊണ്ടുവരുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. അപ്പോൾ അവസാനം അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അയാളെ തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത രീതി ഇയാൾ ചോദിക്കും, ഞാനൊരിക്കലും പ്രശസ്തിയാണ് സൈക്കോളജിസ്റ്റ്, ഞാൻ കുറേ ആൾക്കാരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് എങ്ങനെ എന്നെ കൊണ്ട് ആക്ച്വലി ഇങ്ങനെ വെളിയിൽ കൊണ്ടുവരും, ആ സൂസൈഡ് ലെവലിൽ നിന്ന് എങ്ങനെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കി, ഞാൻ അത് ചെറിയൊരു കോമയായിട്ട് ബാക്കി നിങ്ങളാ ചെയ്യേണ്ടത്, നിങ്ങൾ ഇനി ലൈഫിൽ മുന്നോട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, പക്ഷെ ഞാനൊരു കോമയായിട്ട്. അപ്പം നമ്മുടെ ലൈഫിൽ ഈ പല ആൾക്കാരും കലാന്ന് മാത്രമല്ല, ഇതിപ്പോൾ ഇന്നും ഫാമിലി റിലേഷൻ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏത് പർട്ടിക്കുലർ റിലേഷൻ ആണെങ്കിൽ തന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നത് ഈഗോ ആണ്. ഈഗോയുടെ ഒരു ക്ലാഷ് വരുമ്പോഴത്തേക്ക് അത് അവിടെ എല്ലാം പൊട്ടും. ഫ്രണ്ട്സ് തമ്മിൽ ആക്ച്വലി ബിസിനസ് തുടങ്ങിയാണ് ഒരു ഈഗോ ക്ലാഷ് വന്നാൽ തീർന്നു, അത് പോയി. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മ എന്ന് വെച്ചാൽ ഇപ്പോൾ യൂഷ്വലി ആൾക്കാർ ഈ ലൈനില്ലേ, നമ്മുടെ ഇപ്പോൾ ഒരു തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ആ ക്യൂവിന്റെ ലൈനിൽ കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ ക്യൂവിന്റെ ലൈൻ ആക്ച്വലി തീരുമ്പോൾ അവിടെ മാത്രമാണ് ആൾക്കാർക്ക് ഏറ്റവും കുഴപ്പമില്ലാത്ത ഫ്രണ്ടിലുള്ള ആളൊന്ന് പോയി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് ഫ്രണ്ടിൽ പോവാം, ഒന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതേ സമയം ഇപ്പൊ നമ്മുടെ സാധാരണ ലൈഫിലാണെങ്കിൽ തന്നെ ഒരാൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതൊരു അസൂയാണ്, അത് പറ്റത്തില്ല, അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ അക്സെപ്റ്റൻസ്, അത് കലാ ഫീൽഡിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും ഇല്ല. ശരിക്കും നമുക്ക് എല്ലാവർക്കും തോന്നാറില്ലേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുടെക്കാട്ടി മുന്നേ ഓടാനായിട്ട്? അതിന് ഈഗോ എന്ന് പറയാൻ പറ്റുമോ? ഈഗോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഒരു വിട്ടുകൊടുക്കൽ മനോഭാവം കൂടെ വേണം. അതൊരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞോട്ടെ. കാരണം ഒരു നല്ലൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നവരാണ്. അല്ലാതെ ഇപ്പൊ എന്താണ് ഒന്ന് ഉയർന്നു വരാൻ ഓടുന്നു വരുമ്പോൾ തന്നെ ഞാൻ നേരത്തെ ഞണ്ടുകളുടെ പായസം പറഞ്ഞോളെ ഇനി ഉയർന്നു പോകാൻ ശരിയാവില്ല എന്ന് പറഞ്ഞ് പിടിച്ച് താഴെ ഇടുന്നവരും നല്ലൊരു സുഹൃത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ തെറ്റുകളുണ്ട് അത് ചൂണ്ടിക്കാണിക്കേണ്ടത് നല്ല രീതിയിൽ. ഇപ്പം ഇപ്പൊ ഒരാൾ ഭയങ്കരമായിട്ട് വിഷമിക്കും, ഓരോരുത്തർക്ക് ഓരോ മാനസികാവസ്ഥയുണ്ട്. അപ്പം ഓൾറെഡി ആ മാനസികാവസ്ഥയിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നീ ചെയ്ത തെറ്റാ 100 തവണ പറഞ്ഞാൽ അവൻ കംപ്ലീറ്റ്ലി ഡിപ്രഷനിലേക്ക് പോകും. അതിൽ പകരം അവനെ ആക്ച്വലി നല്ല രീതിയിൽ അത് പറഞ്ഞ് ആക്ച്വലി ഒന്ന് മേലോട്ട് കൊണ്ടെത്തിക്കുക, അതാണ് നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത്. മഹാഭാരതത്തിൽ കർണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കർണനെ കുറിച്ച്. കർണൻ എന്താ ഇപ്പോഴും നമുക്കിടയിൽ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ഈഗോ. നല്ലൊരു ഉദാഹരണം. കാരണം ഈഗോ 2 ടൈപ്പിലുണ്ട്, അത് നല്ലതിനുമുണ്ട് മോശമായിട്ടുള്ള കാര്യത്തിനുമുണ്ട്. കർണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈഗോ കൊണ്ട് മാത്രമാണ് ഇന്ന് നമുക്കിടയിൽ നിൽക്കുന്നത്. സോ ഞാൻ അതിലാണ് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ അടുത്ത് ഈഗോ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടെന്നേ പറയാറുള്ളൂ. മറ്റൊരാൾക്ക് ഹാർംഫുൾ ആയിട്ടുള്ള രീതിയിലല്ല, എനിക്ക് എൻ്റെ അടുത്ത് തന്നെയാണ് ഈഗോ. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് എത്രത്തോളം മുന്നിലേക്ക് പോകാൻ പറ്റും എന്ന് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഞാൻ ചുറ്റുമുള്ളവരെ കുറിച്ച് ആലോചിക്കാറില്ല. ആ ഈഗോയാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് 2 പേർക്കും ഈഗോ ഉണ്ടോ? സീരിയസ്ലി ആ ഒരു ഭാഗത്ത് ഞാൻ കാരണം എൻ്റെ പേഴ്സണലി ഉള്ള ഒരു വൾനറബിലിറ്റി മൊത്തം അറിയാവുന്ന ഒരു വ്യക്തി എൻ്റെ ഹസ്ബൻഡാണ്. എൻ്റെ കാര്യങ്ങൾ മൊത്തം വന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ യൂഷ്വലി ആരെയും വെച്ച് കമ്പയർ ചെയ്യാറുണ്ട്. വലിയ ഹെവി ആയിട്ടുള്ള ആൾക്കാർ അവരുടെ നല്ല വശങ്ങളൊക്കെ ഞാൻ കമ്പയർ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയിൽ ആക്ച്വലി പോയി കമ്പയർ ലൈക്ക് ഇന്ന ആളിങ്ങനെയാണ് അതുകൊണ്ട് അവരെ പിടിച്ചിട്ടാക്കണം, അവരെ പിടിച്ചിട്ട് അവർക്കൊരു ഒരിക്കലും ഇല്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന ഭാഗത്ത് ഇംപ്രവൈസേഷൻ ചെയ്യേണ്ട ആവശ്യം. പിന്നെ ചിലപ്പം KK ചേട്ടൻ്റെ തൊട്ട് നല്ല നല്ല ആൾക്കാർ, അതുപോലെ നമ്മുടെ ഫിലിം ഫീൽഡിൽ എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരിയായ ജീജ ചേച്ചി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അല്ല, എനിക്കും അങ്ങനെയാണ്. ജീജ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. ജീജ ചേച്ചി നല്ലൊരു മനുഷ്യനാകണം, ആയേ പറ്റുള്ളൂ നല്ലൊരു കലാകാരൻ എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം ചാരിറ്റിയും കൂടെ ചെയ്യുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. ജീജ സുരേന്ദ്രൻ വളരെ പേരെടുത്ത ഒരു സീരിയൽ ആർട്ടിസ്റ്റുമാണ്. അവർ ഒരുപാട് സിനിമകൾ നിർണ്ണയിച്ചിട്ടുണ്ട്.
അപ്പം ചേച്ചി ഞാൻ മറ്റേ സിനി സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ പേഴ്സണലി എനിക്കറിയത്തില്ല. എനിക്ക് ചേട്ടൻ ത്രൂ ഞാൻ പനോരമ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് അതിന്റെ സമയത്ത് ഒരു മ്യൂസിക് വീഡിയോയുടെ അവാർഡ് മേടിക്കുമ്പോഴാണ് പേഴ്സണലി അറിഞ്ഞത്. പിന്നെ അതുവഴി കണക്ഷൻ കൂടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കി ഇങ്ങനൊക്കെ ഒരു ചാരിറ്റബിൾ ഇവന്റ് ചെയ്യുന്നുണ്ട്, അതിനും എനിക്ക് ഭാഗമാവാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് പേഴ്സണലി ഒരു മനുഷ്യനെ അറിയാതെ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാനും പാടില്ല. കാരണം എല്ലാ മനുഷ്യനും ഒരു സ്റ്റോറിയുണ്ട്. അവൻ ജനിച്ച് വീഴുന്നത് എല്ലാവരും ഒരേപോലെ തന്നെ, പക്ഷെ അവൻ വളർന്നു വരുന്ന എൻവയറമെന്റ്, അവന് ചുറ്റുമുള്ള ആൾക്കാരുടെ അക്സെപ്റ്റൻസ്, ഇതെല്ലാം കാരണം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ വൾണറബിൾ ആവുന്നതും അവൻ എന്താണ്. അപ്പം ആ സ്റ്റോറി ഇപ്പൊ എന്നെ ഡയറക്റ്റ് കാണാത്തൊരു വ്യക്തി, ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്ന വ്യക്തിക്ക് പലരും എന്നോട് പേഴ്സണൽ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അഹങ്കാരിയായിട്ട് തോന്നിയിട്ടുണ്ട്. ലൈക്ക് അങ്ങനെ മിണ്ടുന്ന ഒരു കാറ്റഗറി. പക്ഷെ എന്നോട് പേഴ്സണലി ഒരു 10-15 മിനിറ്റ് സംസാരിക്കാൻ ആൾക്കോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ജെസ്സി എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന് മുമ്പാണ് ഒരു വേദിയിൽ ഇങ്ങനെ ജെസ്സി പാടാൻ വേണ്ടിയിട്ട് പാടി 2-3 ദിവസം കുട്ടി പിള്ളേർക്ക് നല്ല രീതിയിൽ പാടണമല്ലോ. അപ്പൊ എനിക്കൊരു ആഗ്രഹം, ഞാൻ ഒരു എന്താണ് പാട്ട് വലിയ ഗായകനല്ല. അതെ, അപ്പം എന്താണ് ജെസ്സി എടുത്ത് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എന്റെ കൂടെ പാടാമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്താണ്. പക്ഷെ അടുത്ത് വന്നപ്പം എന്താണ് ഒരുപാട് ഈ ഹബീബി ഹാപ്പി ആണോ അതൊക്കെ പറഞ്ഞപ്പോ വളരെ നല്ല ഒരു എന്താ പറയുക ഒരു ക്യാരക്ടറിന് ഉടമയാണ്. ഭയങ്കര പുച്ഛമാണ് എല്ലാവർക്കും. അതുപോലെ ഞാൻ എഴുതാറുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എന്നെ അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരു സ്റ്റോറി വഴിയായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും കേക്ക് അറിയാൻ ഞാൻ എന്താണെങ്കിൽ ഞാൻ എന്താണ് കേൾക്കുന്നത് ശരിക്കും അതാണ്. അല്ലെ, എനിക്കിപ്പം ചേട്ടനെ ഇപ്പൊ പരിചയം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റുള്ള പരിചയത്തില് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സൗണ്ടിന്റെ ഭയങ്കര ആരാധികയായിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോയിസ്. ആൻഡ് സെക്കൻഡ് തിങ് ഭയങ്കര ലൈവ്ലി ആയിട്ടൊരു വ്യക്തി, പച്ചയായ മനുഷ്യനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് അപ്പിയറൻസ് സ്റ്റോറി വായിക്കാത്തതുകൊണ്ടാ സ്റ്റോറി കാര്യത്തിൽ ഒരു കാര്യം, ഈ സസ്യങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മരം വളരുന്നത് ആ മരത്തിന്റെ വളർന്നത് നിങ്ങൾ നോക്കിയാൽ ആ ചില്ലകളോട് വളർത്തിയിട്ടാണ് ആ മരം വളരുന്നത്. അപ്പൊ ഇതേപോലെയാണ് എനിക്കും പറയാനുള്ളത്. മനുഷ്യര് നമ്മൾ ഒരു സംഘടനയിലെ ഒരാളാണെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് വളരുമ്പോഴാണ് എന്താണ് എനിക്കും വളർച്ച ഉണ്ടാവും. ഞാൻ മാത്രം വളർന്ന് മതിയിരുന്നുള്ളതാണ്, അവിടെയാണ് ഈഗോ തുടങ്ങുന്നത്. ഇപ്പൊ ഒരു സംഘടനയിൽ ഇപ്പൊ എല്ലാവർക്കും പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നും ആവാൻ കഴിയില്ല അല്ലേ. ഇപ്പൊ ഇന്ത്യയിൽ ഒരാൾക്ക് പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റുള്ളൂ, ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ആ പുള്ളിയെ പിടിച്ച് താഴെ ഇടുക, ആരോഗ്യപരമായ അല്ലാത്ത വിമർശനങ്ങൾ, ഹെൽത്തി ക്രിറ്റിസിസം അല്ലാത്തത് ചെയ്യുക, അതൊക്കെ അവിടെയൊക്കെയാണ് ഈഗോ തുടങ്ങുന്നത്. അപ്പൊ ഇപ്പൊ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും നാടകമാണെങ്കിലും എല്ലാത്തിലും ഒരു ഈഗോ ഇല്ലാത്ത ഒരു തുറന്ന സമീപനം, ഏകീകൃതമായ ഒരു സമീപനം ഉണ്ടെങ്കിൽ ഒരു കല എന്നുള്ള ഒരു നന്മയുള്ള പ്രവൃത്തി ഉണ്ടാകുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ റോസും ഒക്കെ എന്താ പറയുക? പ്രശ്നം അങ്ങനെയാണ് തെങ്ങ് വളർന്നത്. ഭൂരിപക്ഷമുള്ള മരങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈഗോണ് കേട്ടോ, കാരണം അവിടെ തെറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. എനിക്ക് മുന്നോട്ട് വളരണം. അതുപോലെ നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇനി ചിലപ്പോ എന്റെ ഈഗോയിലുണ്ടാവുന്ന ഒരു സ്റ്റോറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പിന്നെ സമയത്ത് വായിക്കി പറയും അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇവൻ സ്റ്റോറി ആക്കി വെച്ചേക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തോന്നിയില്ല. അപ്പൊ ചിലപ്പോൾ എന്റെ അടുത്ത് ഈഗോ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈഗോ എല്ലാവർക്കും ഉണ്ട്. ഈഗോ വേണം, മസ്റ്റായിട്ട് ഈഗോ വേണം. ഈഗോ ഹെൽത്തി മറ്റൊരാളെ ചവിട്ടി താത്ത അവരെ എനിക്ക് ഞാൻ പേഴ്സണലി അങ്ങനെ ആരോടും മാറ്റില്ല. പക്ഷെ ഇത് പല മൊമെന്റ്സ് ഉണ്ട് ലൈഫിനകത്ത്. ലൈക്ക് ആർട്ട് ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം ലൈക്ക് കുറെ ആൾക്കാർ കുത്തി നോച്ചിട്ടുണ്ട്. ചേട്ടനും നല്ലോണം അറിയായിരുന്നു. കുറെ ആൾക്കാർ ബാക്കിൽ നിന്ന് കുത്തി നോച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ പാര പണിഞ്ഞിട്ടുണ്ട്, കുറെ ആൾക്കാര് പൊതു സോഷ്യൽ മീഡിയ അടുത്ത് നിൽക്കുന്നവരായിരിക്കും അതാണ് ഏറ്റവും അതാണ് എന്നാലേ വളരത്തുള്ളൂ. പക്ഷെ നമ്മള് കൂടെ നിന്ന് ബാക്കിൽ നിന്ന് കാല് വരികയെന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഫ്രണ്ട്സ് പലപ്പോഴും നമുക്ക് ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ചുരുക്കം നല്ല ക്വാളിറ്റിയുള്ള 5 ശത്രുക്കളെ എടുത്താൽ അവർ പറയുന്ന കാര്യം കേട്ട് നമ്മുടെ നെഗറ്റീവ് കേട്ടാൽ അത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഈഗോയും ശത്രുവും ഒരുപോലെയാണ്, ഹാൻഡിൽ ചെയ്യുന്ന തുടങ്ങിയിരിക്കും. എനിക്ക് എന്റെ പേഴ്സണൽ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് ഈഗോയിട്ട് കണക്ഷൻ ആണ്. പക്ഷെ ഞാൻ എന്റെ സ്കൂളിൽ പാട്ട് രംഗത്ത് എന്തെങ്കിലും ഈഗോസ് ഇത് കഴിഞ്ഞ ശേഷം വെളിയിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറഞ്ഞു. പക്ഷെ കുറെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ആൾക്കാര്
സോഷ്യൽ മീഡിയയിൽ കുറെ എന്നെ പറ്റി അങ്ങനെ എഴുതിക്കൂട്ടിയത്. പക്ഷെ നേരിട്ട് വന്ന് പറയത്തില്ല, നേരിട്ട് വന്ന് എഴുതത്തില്ല, ജസ്റ്റിന്ന് എഴുതത്തില്ല. പകരം ഒരു വലിയൊരു എസ്സേ മാതിരി എഴുതിയിട്ട് അവസാനം ആൾക്കാർ എന്നോട് പറഞ്ഞു, ജസ്റ്റി അബദ്ധമൊന്നും കാണിക്കരുത്, സൂയിസൈഡ് ഒന്നും ചെയ്യില്ലേ, ഇതൊന്നും ചെയ്യില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് അറിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, അത്ര ധൈര്യം ഉണ്ട് നേരിട്ട് വന്ന് പറഞ്ഞു. അല്ല എന്നെ പറ്റി ഇത്രമാത്രം ഇതുകൊണ്ട് നേരിട്ട് വന്നു. ഞാൻ അതിലൊന്നും ബോധം ചെയ്തു. കാരണം എനിക്ക് കോമ്പറ്റീഷൻ എന്നോട് മാത്രമാണ്. പിന്നെ എൻ്റെ മേളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആൾക്കാർ, പിന്നെ ദൈവത്തിന്റെ ഈശ്വരാനുഗ്രഹം, പിന്നെ കുറെ നല്ല സുഹൃത്തുക്കളും, പിന്നെ സുഹൃത്തുക്കൾ ചിലർ ശത്രുക്കൾ വളരുമുണ്ട്. അത് പിന്നെ സഹജമാണ്. പിന്നെ എൻ്റെ സ്കൂൾ ജീവിതം തൊട്ട് അങ്ങോട്ട് മേലോട്ട് പോയ കാലം വരേക്കും ഞാൻ കുറെ കോംപ്ലക്സ് അനുഭവിച്ചിട്ടുണ്ട്. കാരണം കാണാന് കാഴ്ചയിലുള്ള കോംപ്ലക്സ്, എന്നെ കാണാൻ കൊള്ളാവോ, അക്സെപ്റ്റൻസിന്റെ കുറെ അക്സെപ്റ്റൻസിന്റെ ഒരു ഇഷ്യൂസ് ഒക്കെ, ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സ്കൂൾ ജീവിതത്തിലുണ്ട്, കോളേജ് ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു പൊതുവേദിയിൽ പോയി നിന്നിട്ട് ആൾക്കാരുടെ മുന്നേ ഇപ്പൊ ദൈവമേ, ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടും, എന്റെ കാഴ്ച ഇഷ്ടപ്പെടും, എന്റെ സംസാരം ഇഷ്ടപ്പെടും, എന്റെ പാട്ട് ഇഷ്ടപ്പെടും ഒക്കെ. പക്ഷെ ഇന്ന് ഈശ്വരാനുഗ്രഹം കൊണ്ട് അതേ ആൾക്കാർ തന്നെ തിരിച്ച് വന്നിട്ട് ഓക്കെ യു ഡിഡ് എ ഗുഡ് ജോബ് എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് എനിക്ക് കിട്ടുന്ന ഒരു സക്സസും സന്തോഷവും. അതേപോലെ നമ്മളിപ്പോൾ വഴി കൂടെ ജസ്റ്റ് നടക്കുന്ന സമയത്ത് കൊച്ചു കൊച്ചു പിള്ളേരില്ലേ, ഫ്രണ്ട്സ്, ഫാമിലി, നമ്മൾ പോയ പ്രോഗ്രാംസ് അവർ വന്നത് അതുകൊണ്ട് ആ ചേച്ചി എന്ന് പറയുമ്പോൾ അത് ആ ഓർത്ത് വെച്ച് അവർ പറയുമ്പോൾ അതിന്റെ ഒരു സന്തോഷം. അല്ല തീർച്ചയായിട്ടും അല്ല, ഒരുപാട് വേദികളിൽ പങ്കെടുത്താണ്. അപ്പൊ എന്തായാലും സെലിബ്രിറ്റീസ് സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെയാണ് ഈ പാട്ട് പാടിയ എന്താണെന്ന് ചെയ്തത്. കാരണം അല്ല ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സംഭവം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പോയി, അപ്പൊ ഞാൻ ആക്ടറായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അവിടെ ആക്ടിങ് ചെയ്യാൻ പറ്റും, ഞാനൊന്ന് കരഞ്ഞു കാണിച്ചു എന്ന്, അല്ലെങ്കിൽ പക്ഷെ പാട്ട് പാടാൻ പറ്റും. അതാണ് നിങ്ങളുടെ ഈ പാട്ടുകാരുടെ രണ്ടുപേരും പാട്ടുപാടാൻ പാടും. പക്ഷെ വ്യതിയാനത്തിനും ഇഷ്യൂസിലും സത്യമായിട്ടും ഇത്ര മുമ്പ് വരെയൊക്കെ ഞാൻ നമ്മള് സംസാരിച്ചോണ്ടിരുന്ന ഈഗോ ആണ്. അപ്പൊ അവിടെ ഈഗോ ഒന്നും പാടാൻ നമ്മള് തീർച്ചയായിട്ടും ഒരു പാട്ട് പാടുന്നത് നല്ലതായിരിക്കും അല്ലെ. ഒരു പാട്ട് നമുക്ക് ഞാൻ പാടിയാൽ നല്ലതാകുമോ എന്നുള്ള പേടിയിലാണ് ശരിക്കും പാടിയ പറ്റും. അതെ, ഇപ്പം വേറൊരു ശിക്ഷ തരും. കാരണം ഇപ്പൊ ജെസ്സി പാടിയില്ലെങ്കിൽ റോസിനെ കൊണ്ട് പാടിക്കും, പിന്നെ നമുക്കറിയാം ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വേറെ ആരും കേൾക്കാറില്ല. ഞാൻ നിങ്ങളെയൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. അതെ, അപ്പൊ ഒരു ചെറിയൊരു പാട്ട് നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ഇത് ഒരു ഏറ്റവും നല്ലൊരു എപ്പിസോഡായി മാറട്ടെ. കാരണം ഈ ഒരു അനുഗ്രഹീതമായ ഒരു കലാകാരിയുടെ ഒരു പാട്ടും കൂടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് പപ്പയുടെ സ്വന്തം ഓപ്പോസിലെ ഒരു പാട്ട്. പപ്പയുടെ സ്വന്തം. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണിക്കണ്ണായെന്നെന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. ഓ എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ. സത്യം പറഞ്ഞാൽ നമ്മള് ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പാടുന്ന എപ്പോഴും ഒരു പാട്ടുണ്ട്, വസീകരം. അത് ഫേവറേറ്റ്. എന്റെ ഏത് വേദിയിലും ആദ്യം തുടങ്ങുന്ന പാട്ട്. എനിക്ക് കാരണം ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് കേൾക്കാൻ അതുകൊണ്ട് കേൾക്കാൻ പാടത്തില്ല. ഞാൻ പാടത്തില്ല. ഇല്ല. അപ്പൊ നമ്മളെ ഈഗോയിലോട്ട് തിരിച്ചു വരാം. അതായത് ഈ ഈഗോ ഇല്ലാതെ നമുക്കൊരു സത്യം പറഞ്ഞ ഒരു ഭൂമി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈഗോ ഒന്നും ഇല്ലാതെ ഇപ്പൊ കുടുംബത്തിലായിരുന്നാലും ശരി, ചില ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഈഗോയുടെ കൂടെ ഞാൻ അതും കൂടെ ചേർക്കാണ്. എന്താണ് ബോഡി ഷേമിങ് ഒക്കെ ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വെച്ച് അതും ഈഗോയുടെ ഭാഗമാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു വ്യക്തി നന്നായാൽ കുടുംബം നന്നായാൽ സമൂഹം നന്നായാൽ രാഷ്ട്രം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം നമ്മൾ നന്നാവണം. ഇപ്പം റോസ് ചോദിച്ചൊരു ഇമ്പോർട്ടന്റ് ചോദ്യം, നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ? ചിലപ്പോൾ ഉണ്ടാകാം. നമ്മൾ ആരും പൂർണ്ണമില്ല. മനുഷ്യരെന്ന് പറയുന്നത് ഒരു ജീവി തന്നെയാണ്, പൂർണ്ണനല്ല. അപ്പൊ നമുക്ക് ഈഗോ ഉണ്ടെങ്കിൽ അത് മാറ്റിയാല് നമ്മൾ മുകളിലോട്ട് പോകുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെ, ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ചേച്ചി ചേട്ടൻ തന്നെ പല വേദിയില് എനിക്കൊന്ന് മോസ്റ്റ് ഓഫ് ദി ടൈം ചേട്ടൻ വീട്ടിൽ വരുന്നത് തന്നെ ലേറ്റ് ആയിട്ട്. അപ്പൊ ചേട്ടന്റെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടിരിക്കുന്ന ചേച്ചിയാണ്. ചേച്ചിയും ചേട്ടൻ അതേപോലെ മക്കളും എല്ലാവരും കംപ്ലീറ്റ് സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഏത് സമയത്ത് കയറുക. അതേപോലെ തന്നെ എനിക്കും ഐ എം വെരി ഫോർച്യൂണേറ്റ്. കാരണം ഒരു
മാരീഡ് വിമൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ അവരുടെ ഹസ്ബൻഡാണ്. എൻ്റെ ഏത് പ്രോഗ്രാം ഏത് ഇവന്റ് ആയിക്കോട്ടെ എൻ്റെ ഹസ്ബൻഡ് അവിടെ കാണും. അത് എനിക്കൊരു കുഞ്ഞു മോനാണുള്ളത്, 5 വയസ്സുള്ള ഒരു മോന്. അപ്പൊ അവനെ നോക്കി, അവൻ ഒരു 2 വയസ്സ് 3 വയസ്സ് തൊട്ട് അവനെ നോക്കി അതേപോലെ തന്നെ സപ്പോർട്ടീവായിട്ട് പുള്ളി എന്തും കാണും. ഇപ്പൊ വന്ന് പുള്ളിയും പാടാനും തുടങ്ങി. ഈ മുല്ലപ്പൂമ്പടി ഏറ്റെടുക്കും കല്ലുകൊണ്ടാ സൗരഭ്യം പറയുന്നത് പുള്ളിയും പാടാൻ തുടങ്ങി. പുള്ളി പാടി പാടി മോനും പാടാനും തുടങ്ങി. അപ്പൊ അങ്ങനെ കാരണം ഞാൻ ഒത്തിരി നോക്കി, പക്ഷെ അവന് ഞാൻ നോക്കിയിട്ട് നടക്കുന്നത്. പാട്ട് കൂടുമ്പോ പറയാം, എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ ഞാൻ അത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് അടി അച്ഛന്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടല്ലേ? അച്ഛന്റെ അമ്മയുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. വെച്ചാൽ എന്റെ ബട്ട് ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ കുറച്ചുകൂടെ കലാ ഫീൽഡിൽ വന്നത്. കാരണം സ്കൂൾ ലൈഫിൽ നേരിട്ട് തന്നെ എനിക്കറിയാം അച്ഛൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കൂൾ ലൈഫിലും ഡിസ്ട്രിക്ട് ലെവൽ സ്റ്റേറ്റിലും എന്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത എന്റെ അമ്മയാണ്. കാരണം എന്റെ അച്ഛൻ സൗദിയിലായിരുന്നു. മോസ്റ്റ് ഓഫ് ദി ടൈം ഗൾഫ് റീജിയൻസ് ആയതുകൊണ്ട് എന്റെ അച്ഛൻ ആക്ച്വലി കറക്റ്റ് വന്ന് കണ്ടിട്ടില്ല ഓരോ കാര്യങ്ങൾ. അപ്പൊ എന്റെ അമ്മയായിരുന്നു എല്ലാത്തിനും കൂടാണ്. കാരണം ക്ഷേത്രമേളയാണെങ്കിലും സ്റ്റേറ്റ് കലോത്സവം ആണെങ്കിലും എന്ത് സാധനത്തിനും എന്റെ അമ്മ കൂടെ വന്ന് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞ പിന്നെ ഐ എം വെരി ഫോർച്യുനേറ്റ്. ഇപ്പൊ ഇനി അടുത്ത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ. അതിപ്പോ ഗുരുക്കം, ഞാനൊരു അധ്യാപനമായിരുന്നു. ഇപ്പൊ കലാപരമായിട്ടുള്ള ആൾക്കാർ ഗുരുക്കം, ഇപ്പൊ എനിക്കുമൊക്കെ ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരില്ലാതെ നമുക്ക് ഒരിക്കലും മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ അഭിനയത്തിലും എല്ലാത്തിലും. പക്ഷെ ആ ഗുരു തന്നെ ഈഗോ ആയാൽ എന്ത് ചെയ്യാം? അവിടെ ആ പ്രശ്നം വരും. അപ്പൊ നമുക്ക് അവിടെ മുകളിലോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അല്ല, ഗുരു എന്ന് ഇൻ ദ സെൻസ് ഇപ്പൊ നമ്മളിപ്പം സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും പഠിപ്പിക്കുമ്പോഴുള്ള ഗുരുക്കൾ മാത്രം കലാപരമായിട്ട് ഗുരുവുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗുരുവുണ്ടോ? അപ്പൊ എനിക്ക് നാടകത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ ഗുരുക്കന്മാരുണ്ട്. പക്ഷെ ആ ഗുരു തന്നെ ഈഗോയിൽ മുകളിലോട്ട് പോകാൻ നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റില്ല. അതിപ്പോ ഏത് ഫീൽഡിലാണെങ്കിലും ഞാൻ പൊതുവായിട്ടുള്ളൊരു കാര്യം പറയണം. അപ്പൊ നമ്മൾ ഈഗോ വിടുക അത് എന്നുള്ളതാണ്. ഈഗോയുടെ ഇന്റൻസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അത് കുറച്ചിട്ട് നമ്മൾ മുകളിലോട്ട് പോകാനുള്ള നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇതുവരെ പറയാനുള്ളത്. എന്തായാലും വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ഒരു അനുഗ്രഹീതമായ ഒരു പാട്ടുകാരിയെ കിട്ടി. പാട്ടുകാരി മാത്രമല്ല, അവർ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. പ്രൊഡ്യൂസറാണ്. അപ്പൊ നല്ലൊരു പാട്ടുകാരിയെ കിട്ടിയെന്നതിലുപരി നല്ലൊരു പാട്ട് നമുക്ക് പാടി തന്നു. ഭാഗ്യത്തിന് റോസിനെ കൊണ്ട് പാടിക്കേണ്ട അവസരം വന്നിട്ടില്ല. അപ്പോ ചിലപ്പോ റോസ് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പഠികളെ. അപ്പൊ അതാണ്. അപ്പൊ എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. താങ്ക് യു ഫോർ മൈൻഡ് അപ്പ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.